കല്യാണത്തെ പറ്റിയുള്ള നിന്റെ ആശങ്ക എങ്ങനെയാണ്? സത്യം പറയട്ടെ, എനിക്ക് ഇതുവരെ ഒരു ആശങ്കയില്ല. എനിക്ക് ടെൻഷൻ. എന്റെ നീയാണ് കല്യാണ ചെറുക്കൻ. ആ മൂഡ് എത്തിയോ? ഇന്നും എത്തിയിട്ടില്ല ആ മൂഡ്. ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ആ മൂഡ് വരാത്തെ. ചിന്തിച്ചോണ്ടിരിക്കുക, എനിക്കറിയത്തില്ല. നീയാണ് ഗ്രൂം എന്നൊരു വിചാരം നിനക്കില്ല? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. എന്താ ചെയ്യാ കുട്ടിയെ? എന്താ ചെയ്യാ? സമയത്തിനോട് എനിക്കുണ്ട്. ഐ ആം എക്സൈറ്റഡ്. നീ എക്സൈറ്റഡ് അല്ല? നാളെ ആയിരിക്കും വരുന്നത്, മനസ്സിലായി? നാളെ എനിക്ക് സാധനം എല്ലാം ചിലപ്പോൾ ഒറ്റയടിക്ക് വരും. സോ ഇവൻ്റെ കല്യാണ ഒരുക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ആൻഡ് ഹീസ് ഗെറ്റിംഗ് മാരീഡ്. സോ നേരത്തെ കണ്ടത് ഞാൻ അവിടെ അവൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷമുള്ള കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോഴുള്ള വീഡിയോ ആണ്. ആൻഡ് ഇതാണ് അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഹാമ്പർ മേക്കർ റഹ്മത്ത്, അസിസ്റ്റന്റ് ഹാമ്പർ മേക്കർ അൽ ലക്ഷ്മി, അവരുടെയും അസിസ്റ്റന്റ് ഹാമ്പർ മേക്കർ അന്ന. ഇതിലൊന്നും ഒരു കഴിവില്ലാത്ത ഞാൻ. ക്രിയേറ്റിവിറ്റി എന്താന്ന് പോലും അറിയാത്ത ഞാൻ. ആ ഗോൾഡൻ ബോൾസ് കാണിച്ചു തരുമോ? ഉണ്ടോ? രസമുണ്ടല്ലേ? ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റഹുവും ലക്ഷ്മിയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഹാമ്പേഴ്സിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ മുസ്ലിം ട്രഡീഷൻസ് ഐ തിങ്ക് ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ടെന്നല്ലേ. ബട്ട് മോസ്റ്റ്ലി നമ്മൾ ഈ മിഠായി കൊടുക്കൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവനങ്ങനെ നിക്കാഹ് വേറെ ഇത് വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് വന്നു. അപ്പോൾ അത് തുറക്കാനുള്ള പത്രപ്പാടാണിത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ക്ലയൻസും നമ്മളുടെ എല്ലാവരും ലൈക്ക് സൈഷർ ഫാമിലി ഉണ്ടായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ചേർന്നിട്ട് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട്സിനെ അനോണിമസ് ആയിട്ട് ചൂസ് ചെയ്യുകയും അവർക്ക് ഇങ്ങനെ ഗിഫ്റ്റ്സ് കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയായിരുന്നു. ആൻഡ് എൻ്റെ ഗിഫ്റ്റാണ് ഏറ്റവും ആദ്യം വന്നത്. എൻ്റെ ഫ്രണ്ടായിട്ട് കിട്ടിയത് ജനലിനാണ്. ജനൽ ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട്. അതിന് വന്ന് തന്നെ പരിചയപ്പെട്ടതാണ്. ഈസ് ഫ്രം ബാംഗ്ലൂർ. അപ്പം ജനലിനെ ഞാൻ ജി എന്നാണ് വിളിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു സാധനമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഐ ഷോ യു വാട്ട് ഇറ്റ് ഈസ്. യെസ്, ആൻഡ് എറ്റർണിറ്റി ലേറ്റർ ഞാനത് തുറന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ സീസി പ്ലാന്റ്. ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗിഫ്റ്റാണ് വന്നിരിക്കുന്നത്. ഐ ലവ് ദ ഗിഫ്റ്റ്. അതിനുശേഷം ഈ ഹാമ്പേഴ്സ് കഴിഞ്ഞിട്ട് ഞാനും കാക്കും ഇൻസിയും കൂടിയിട്ട് മൂവാറ്റുപുഴയ്ക്ക് പോയി. മൂവാറ്റുപുഴ പോയതെന്ന് പറഞ്ഞാൽ തലേന്ന് കുറച്ച് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ബിക്കോസ് നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് നിലമ്പൂർക്ക് പോകണം. നിലമ്പൂരിൽ നിന്നാണ് അവൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെന്നതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മൈലാഞ്ചി ഡ്രസ്സിങ്സാണിത്. എൻ്റെ കയ്യിലും ഇതാണ് നമ്മുടെ അമലു, അവളുടെ കയ്യിലും ഞാനാണ് മൈലാഞ്ചിട്ട്. ഒരു കയ്യിലിട്ട് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുളമാക്കിയതെന്ന് പറഞ്ഞ് അവൾ ആകെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മണ്ഡല ആർട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഇത് സിൽസില, എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നടന്നൊക്കെ. അപ്പോൾ അവളുടെ കൈകളിൽ, അവളാണല്ലോ സിസ്റ്റർ ഓഫ് ദി ഗ്രൂം, അതൊക്കെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കുട്ടീൻ്റെ അടുത്ത് പോയതാണ്. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ടാണ് പോയത്, ഈ ആമ്പസ് എല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ സീൻസൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും തന്നെ ഏറെക്കുറെ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ സീൻസൊക്കെ ഇത് ആക്ച്വലി നമ്മളൊരു സ്കൂളിലാണ് മൈലാഞ്ചി ഇടാൻ പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപാടികളാണ് ഈ കാണുന്നതൊക്കെ. സാറ്റർഡേ, സൺഡേ, മൺഡേ 3 ദിവസത്തെയും കൂടെ വീഡിയോസ് ആയിരിക്കും ഞാൻ ഈ ഒറ്റ സ്ട്രെച്ചിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് സൺഡേ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക നിലമ്പൂർക്ക്. മോർണിംഗ് അല്ല, ഏറെക്കുറെ ഉച്ച ആയി, ഒരു 12 മണിയായി നമ്മൾ ഇറങ്ങുമ്പോഴേക്കും. ഒരു ഹാരിയർ ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാറ്. അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇവൻ്റെ അനിയൻ സ്ലിപ്പിന് അത് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി. നമ്മൾ ഇത്രയും പേര് കൂടിയിട്ടാണ് നിലമ്പൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺ ദി വേ ഉള്ള ഡാൻസ് ഇനി ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഉണ്ട്. 2 പേര് ഇറങ്ങി ട്രെയിനിൽ പോകണം ആലുവ. അപ്പോൾ അവരെ ആലുവയിൽ എത്തിക്കാനായിട്ടുള്ള നെറ്റ്വർക്കാണ്. ഇതിൻ്റെ ഇടയിൽ ഓൺ ദി വേ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. മനസ്സിലാക്കും അമലുകളൊക്കെയുള്ള കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ വാങ്ങാനുണ്ട്. വീട്ടുകാർക്കുള്ള ഇന്നർ ബനിയനും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അങ്ങനെ ആലുവയിൽ കുറച്ച് ഹോട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വേണം നമുക്ക് എന്ത് ചെയ്യാൻ നിലമ്പൂർക്ക് പുറപ്പെടാനായിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ ലേറ്റായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓൺ ദി വേ ജോയിൻ ചെയ്യുന്നതാണ് കുക്കു,
പിന്നെ ഇതായിരുന്നു മേഘ MS മേഘ. ഓക്കെ, ആൻഡ് ഇത് മീറു, മറ്റത് ലുലു, ആൻഡ് ദിസ് സിൽസില. ഇതൊക്കെ സിൽസിലയുടെ ഫ്രണ്ട്സാണ്. ആൻഡ് അമലു എന്ന് പറയുന്നത് സിൽസിലയുടെ കസിനാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് പോകുന്ന വഴിക്കെന്ന് വെച്ചാൽ ഈ 2 ബോയ്സിനെ കണ്ടില്ലേ, അവർ തൃശ്ശൂരിൽ നിന്ന് ഈ കുട്ടികളെ പിക്കാണ് ചെയ്തത്. അപ്പോൾ തൃശ്ശൂർ വരെ ഇവർ ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി പോവുകയാണ് ചെയ്തത്. ആലുവയിൽ നമ്മൾ കാക്കുനെയും പിക്ക് ചെയ്തു. അപ്പം പോകുന്ന വഴിക്ക് ഇപ്പോൾ ജിൽക്കൊക്കെ കഴിഞ്ഞ തവണ തൃശ്ശൂർ വന്നപ്പോൾ തൊട്ട് ഈ സിനിമാ കമ്പനി കണ്ടു വെച്ചിരുന്നതാണ് കയറണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തവണ അവിടെ കയറാം എന്നാൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ലഞ്ചാക്കാമെന്നും പറഞ്ഞ് ആ കുട്ടികളോടും കൂടി അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അത് വളരെ ഒരു ബാഡ് ഡിസിഷനായിരുന്നു. ഈ ഷോപ്പിൽ നമുക്ക് ഇത്രയും ആളുകളെയും കൊണ്ട് പോവുക എന്ന് പറയുന്ന ഒട്ടും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഹൈലി ഓവർ പ്രൈസ്ഡ് ആണ്. ആൻഡ് അതിനുള്ള ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. നമ്മൾ 2 സ്റ്റാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരക്കാർ ചിക്കനും പിന്നെ വേറെ എന്താണ്ടും പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. പിന്നെ നമ്മൾ ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും അത്ര സംഭവം എന്ന് പറയാനുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അത് ഞാൻ എവിടെയും പറയും. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മുടെ കാറിലുള്ള 2 പേരും കൂടെ ഇറങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനും അമ്മനും സിൽസിലയും കാക്കും ഇതിൽക്കൊക്കെ മാത്രമേ ഉള്ളൂ. ഓൺ ദി വേ സിൽസിലയുടെ സോളോ ഡാൻസ് പഠിക്കുന്നതാണിത്. അങ്ങനെ കുറേ കോമഡി സീൻസൊക്കെ ആയിട്ട് നമ്മൾ പോയി. എന്തായാലും ഫുൾ വൈബാക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് നമുക്കിതിന് സൺറൂഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാരണം നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ചൊക്കെ അങ്ങനെ എണീറ്റൊക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ പോയി. ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും വിളഞ്ഞാൽ കൊല്ലും. അവളത് കാണുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ് വാസ് ഫൺ. ആൻഡ് നമ്മൾ വിചാരിച്ചതിനേലും ഒത്തിരി ലേറ്റായി അവിടെ എത്തുമ്പോഴേക്കും. ആദ്യം നമ്മളെത്തി, പിന്നീടാണ് പിള്ളേരെത്തിയത്. നമ്മളെത്തി വേഗം തന്നെ റെഡിയായി. അന്ന് വൈകിട്ട് നമുക്ക് സുമിയുടെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബിക്കോസ് ഈ ലെഹങ്ക കൊടുക്കാനും പിന്നെ അവിടെ കുറച്ച് ഡാൻസ് പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണല്ലോ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ വേഗം തന്നെ ചെന്ന് റെഡിയായി. നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കണം. 9 മണി 9:30 കൂടിയാണ് ഞങ്ങൾ സുമയ്യൻ്റെ അടുത്തെത്തിയത്. അപ്പോൾ അവിടെ അവർക്കുള്ള മെഹന്തി നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സുമി ഈസ് വെരി ഹാപ്പി. ജിൽക്കാക്കാനോട് വരാൻ പറ്റുമെന്ന് ലാസ്റ്റ് മിനിറ്റ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കസ്റ്റമേഴ്സ് അങ്ങനെ പാടില്ല എന്നൊക്കെ ഇതിൻ്റെ അടുത്ത് ഞങ്ങളുടെ കൂടെ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സർപ്രൈസായിട്ട് അവൻ സത്യത്തിൽ വന്നു. അധികമാർക്കും അറിയില്ല. സുമയ്യനെ മാത്രം വന്ന് കണ്ടിട്ട് പോവുകയാണ് ചെയ്തത്. കാക്കും അഫ്സലും കൂടിയിട്ട് അവനെ വന്ന് കൊണ്ടുവന്നിട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. സിൽസ് പാട്ട്, പിന്നെ അവിടുത്തെ പിള്ളേരുടെ ഡാൻസ്. സേനാൻറ്റിയുടെ വക ഒരു ചെറിയ ഡെഡിക്കേറ്റഡ് സോങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ അന്നത്തെ നൈറ്റ് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഗുഡ് മോർണിംഗ്. സോ നമ്മളിവിടെ നിൽക്കുന്ന വീടിൻ്റെ ടെറസിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണ്. എന്ത് രസമല്ലേ. നിലമ്പൂരാണ് സ്ഥലം. പക്ഷേ നിലമ്പൂർ എത്തണ്ട. നിലമ്പൂർക്ക് ഇവിടെ നിന്നൊരു 15 മിനിറ്റ് ഉണ്ട്. ഇത് കുറച്ചും കൂടി തിരുവാലിയാണ് അടുത്ത് വരുന്നത്. ബ്യൂട്ടിഫുൾ സ്ഥലം, ബ്യൂട്ടിഫുൾ ആളുകൾ, ഒത്തിരി പേരുണ്ട് ഇവിടെ. സോ ഇന്ന് കല്യാണമാണ്. ഓരോന്നായിട്ട് ഞാൻ 1 by 1 കാണിക്കാം. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ. ഇൻഫാക്റ്റ് ലൈക്ക് ഒന്നിച്ച് കളിച്ച് വളർന്ന ഒരാളുടെ കല്യാണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പെഷ്യലാണല്ലേ. നമ്മൾ സ്കൂൾ, കോളേജ് അല്ലെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ലൈഫിൽ പരിചയപ്പെടുന്നവരെ പോലെ അല്ലേ പറമ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, വെട്ടിക്കോലമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ ഒരാളുടെ കല്യാണം എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്പെഷ്യലാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണിന്ന്. എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ചൈൽഡ്ഹുഡിലൊന്നും ഞങ്ങൾ അത്ര ഫ്രണ്ട്സ് ആയിരുന്നില്ല. ഇൻഫാക്റ്റ് അപ്പോഴൊക്കെ അറിയാം, എൻ്റെ അച്ഛനും അവൻ്റെ അച്ഛനും തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കണ്ടാണ് ഞങ്ങൾ വളരുന്നത്, അവൻ്റെ വാപ്പയും. അപ്പോൾ ഇവർ ലൈക്ക് സെയിം ഫാമിലി. ഞങ്ങളുടെ ചോറൂണ് ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ എഴുത്തിനിരുത്തിയത് ഒരുമിച്ചാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത് ഒരു 10ാം ക്ലാസ് സമയത്താണ്. അന്ന് തൊട്ട് എൻ്റെ ലൈഫിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് ഉണ്ടെങ്കിലും അവനതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവനെ അറിയിക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് വൈസ് വേഴ്സ. സോ ഇപ്പോൾ ഹീ ഈസ് ഗെറ്റിംഗ് മാരീഡ്. ഓ മൈ ഗോഡ്, ഐ എം സോ ഹാപ്പി, ഐ എം സോ എക്സൈറ്റഡ് ഫോർ ഹിം.
ഓക്കെ, സോ ഇത് രാവിലെ ഇപ്പം ബൊക്കെയൊക്കെ റെഡിയാക്കാൻ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തൊരു പേപ്പറാണ്, കുറച്ച് പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇനി കൊണ്ട് കൊടുക്കാൻ പോകണം, സെയിൽസ്മാനെ റെഡിയാക്കാൻ പോകണം. അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ അവൻ്റെ സ്കൂളിൽ തൊട്ടുള്ള ഫ്രണ്ട്സാണത്, ഫിറോസും കഞ്ഞി അഥവാ അരുൺ. അപ്പോൾ ഇവർ എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഭയങ്കര കോമൺ ഫ്രണ്ട്സുമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെയാണ് ഇൻഫാക്ട് കാക്കും ഇവൻ്റെ ഫ്രണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള സീൻസാണ് കാണിച്ച സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ് പോവാണ് ഗായ്സ്. എനിക്കും തെറ്റി, അവക്കറിയാം. അപ്പോൾ സിൽസിലാനെ കൊണ്ടാക്കാൻ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു നമ്മൾ ഈ ബൊക്കയും ഇതൊക്കെ പറഞ്ഞിട്ട് കാറിൻ്റെ ഡെക്കറേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് ഒന്നും കൂടെ അതിൽ ഒരു കൺഫർമേഷനൊക്കെ വരുത്തി ആ പേപ്പർ റൂൾ അവിടെ കൊടുത്തു. സോ ദാറ്റ് തിരിച്ച് പോരുമ്പോൾ നമുക്ക് അത് എടുത്തിട്ട് പോരാലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വന്നു. ഇത് നമ്മൾ ജിലു സുമിക്ക് കൊടുക്കാനായിട്ടുള്ള ബൊക്കയാണ്. ആൻഡ് മറ്റേത് കാറിൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ടുള്ള നമ്മുടെ ഡെക്കറേഷനാണ്. സിൽസിലിനെ ആക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവളുടെ ഫ്രണ്ട്സാണ് കേട്ടോ, വൈശാഖും അല്ലലും. അവരുടെ കൂടെ തിരിച്ച് വരുന്ന വഴി ഇതാണ് നമ്മുടെ നിലമ്പൂർ, നമ്മളുടെ എന്താണ് കാനോലി ഫോറസ്റ്റ്. യെസ്, അപ്പോൾ ആ വഴി വരുന്ന സീനാണിത്. കിഡിലോസ്കി വ്യൂ ഉള്ള സ്ഥലമാണ്. നമ്മൾ ഒത്തിരി നിലമ്പൂർ റീൽസിലൊക്കെ കാണാറുള്ള സ്ഥലമാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനും ഈ ഒരു റോഡ്. ഈ റോഡിൽ ആക്ച്വലി ഈ പറയുന്ന കടകളൊന്നുമില്ലെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഞാൻ മുമ്പ് അരുണൻ്റെയും അനന്തുവിൻ്റെ ഒക്കെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ന്യൂ അല്ല, ജസ്റ്റ് ആ ഒരു സൺറൂഫിലൂടെ കയറിയിട്ട് കാണാമെന്നുള്ളതൊരു പുതിയ പരിപാടിയാണ് എനിക്ക്. അപ്പോൾ ഐ റിയലി എൻജോയ് ദ ലൈഫ്. പക്ഷേ നമ്മളപ്പോൾ തിരിച്ചവിടെ വീട്ടിൽ നിന്ന് വിളിച്ചോട്ടേ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് നമ്മളെ കൂടെ എത്തിയത് കഴിക്കാൻ പറ്റില്ല, ബിക്കോസ് സെൽസിൽ അവിടെ നിന്ന് കഴിച്ചിട്ട് വരുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വിളിച്ച് ഒടുവിൽ നമ്മൾ അവിടെ എത്തി. ആൻഡ് വീട്ടിലുണ്ടാക്കിയ അരിപ്പത്തിരി കുറേ കാലത്തിന് ശേഷം കഴിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ഡിഷസിലൊന്നാണത്. പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചായയും ഒക്കെ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഗ്രൂം ഇവിടെ റെഡിയായിരിക്കുകയാണ്. സത്യത്തിൽ ആദ്യം കാണിച്ച ലുക്ക് ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി കുത്തപ്പനാർ മുങ്ങിയിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിച്ചു. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ ഗേൾസ് എല്ലാവരും റെഡിയായി ഇറങ്ങാനായിട്ടുള്ള പരിപാടികളാണ്. പക്ഷേ തലേന്ന് തൊട്ട് നമ്മൾ ചെറിയ ഡിലേ ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയുണ്ട് എന്നെ കാണാൻ. സോ ദിസ് ഇസ് മൈ ഫൈനൽ ഔട്ട്ലുക്ക്. മുടി ഒന്നുകൂടെ ഞാൻ സെറ്റാക്കിയായിരുന്നു. എൻ്റെ ഇത് കുറച്ച് ഫോട്ടോഷൂട്ട് സീൻസാണ് അതവനെ കളിയാക്കുന്ന പോലെ ഇല്ലേടാ, അവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത്. കക്ക കക്ക കക്ക. സോ ഫൈനലി എല്ലാം കഴിഞ്ഞ് ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. ലേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ എറണാകുളത്തുനിന്ന് ബാക്കിയുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള വണ്ടി എത്താനായിട്ട് ലേറ്റായി. പിന്നെ സൈനാൻറ്റിക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. കുഴപ്പമില്ല, ഇവർക്ക് പിന്നെ അങ്ങനെ മുഹൂർത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഫൈനലി വി റീച്ച് ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ നിന്നിടത്തുനിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ഇവിടേക്ക്. ആൻഡ് ദ നിക്കാഹ് ഈസ് ഹാപ്പനിങ്. എൻ്റെ പൊന്നെ, ഇത്രയധികം മനസ്സും കണ്ണും നിറഞ്ഞൊരു സമയം. ദാറ്റ് മോസ്റ്റ് അവൈറ്റഡ് മൊമെൻറ്റ്. ജിലുവിൻ്റെ വെഡ്ഡിങ് എന്ന് പറയുമ്പം അവൻ ഒരുപാട് ഫേസസിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാം കൂടെ ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമാണ്. പക്ഷെ അതിങ്ങനെ കണ്ടു നിൽക്കുന്ന ആ മൊമെൻറ്റ് എനിക്കറിയില്ല എൻ്റെ കല്യാണത്തിൽ ഞാൻ എത്ര സന്തോഷിക്കുമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ജിലുവിൻ്റെ എല്ലാ ഫേസസിലും ഐ വാസ് ദേർ വിത്ത് ഹിം. ഇപ്പോൾ ഈ സന്തോഷം അവൻ്റെ മുഖത്ത് കാണുമ്പോഴും ഈ കുട്ടിയെ അവന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മാട്രിമോണി വഴി പക്ക അറേഞ്ച്ഡ് ആയിട്ടുള്ള മാരേജാണ്. സിൽസിലയാണ് ആളെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തത്. അവളായിരുന്നു ഇവിടെ കംപ്ലീറ്റ് പെൺകുട്ടികളുടെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നത്. അപ്പോൾ അവൾ കണ്ടുപിടിച്ചതാണ് ഈ ആളെ. കുറച്ച് ദൂരെ നിന്നാണ് എന്നൊക്കെയുള്ള പരാതിയൊക്കെ വീട്ടുകാർക്കൊക്കെ സ്വാഭാവികമായിട്ടും അറേഞ്ച് മാരേജിൽ ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊക്കെ ആണെങ്കിലും ആ കുട്ടിയെയാണ് നമ്മൾ നോക്കിയത്. ആസ് ഫാർ ആസ് വി അണ്ടർസ്റ്റുഡ്, ലൈക്ക് നമുക്ക് പറ്റിയ, നമ്മുടെ വീട്ടിലേക്ക് പറ്റിയ ഒരു കൂട്ടുകാരിയാണ്, അവന് പറ്റിയ ഒരു പാർട്ട്ണറാണ്. ആൻഡ്
നമ്മുടെ ഹാമ്പേഴ്സാണ് ആ പോകുന്നത് കേട്ടോ. അപ്പോൾ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ജിലു. അപ്പം അവൻ്റെ അതായത് ഞങ്ങളീ പറയുന്ന 10ാം ക്ലാസ്സിലെ കൂട്ടുകെട്ട് മുതൽ അവൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. തിരിച്ച് എൻ്റെ കാര്യങ്ങൾക്കും അവൻ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു നിർണായക സമയത്ത് അവൻ നിൽക്കുമ്പോൾ ഫീൽ വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ടു സീ ഹിം ലൈക്ക് ദാറ്റ്. അവനാണ് ഇതിൻ്റെ ഓവറോൾ എന്താ പറയുക കല്യാണ ചിലവുകൾ തൊട്ട് എല്ലാ കാര്യങ്ങളും വീട്ടുകാരും ഉണ്ട് സപ്പോർട്ടിന്. ആൻഡ് ദിസ് ഇസ് ഹിസ് ഹോൾ ഫാമിലി. അഷ്റഫ് മാമൻ ചെയ്യാനായിട്ട് എല്ലാവരും ചേർന്ന് കല്യാണമൊക്കെ അടിപൊളിയാക്കി നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ തിരിച്ചു പോരുന്നതെന്ന് പറഞ്ഞാൽ അപ്പം പെണ്ണും ചെക്കനും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിലമ്പൂർ വെച്ചിട്ട് തന്നെ. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇത്രയും ദൂരം തിരിച്ച് ട്രാവൽ ചെയ്യേണ്ടേ. അപ്പോൾ നമ്മൾ 6 പേരാണ് തിരിച്ച് കാറിന് ട്രാവൽ ചെയ്ത് വന്നത്. ആൻഡ് അങ്ങനെ വന്ന് ഇടയ്ക്ക് വെച്ചിട്ട് അഫ്സലും കാക്കും ഇടയ്ക്ക് ഇറങ്ങി. അവർ എറണാകുളത്ത് അങ്കമാലി എത്തിയപ്പോൾ അവരിറങ്ങി. ഞങ്ങൾ മാത്രം തിരിച്ച് വീട്ടിലേക്ക് പോയി. നമുക്ക് അവിടെ മണിയറ ഒരുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങിനും ഒക്കെ ആയിട്ട് നമ്മളിറങ്ങി. അപ്പോൾ അങ്ങനെ വീടെത്താറായി. ഒരു രാത്രി 1:30 ആയപ്പോഴാണ് നമ്മൾ വീടെത്തുന്നത്. ആൻഡ് ഒരു ബസ് നിറച്ച ആളുകൾ ഇവിടുന്ന് രാവിലെ വന്നിരുന്നല്ലോ, അവരെത്തുമ്പോഴും ഒരു 12 മണിയൊക്കെ ആയിരുന്നു. മൂവാറ്റുപുഴ എത്തുമ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആയിരുന്നു. പിന്നെയാണ് സിലിക്കൂട്ടനും അവൻ്റെ ഫ്രണ്ട്സും വരാനുണ്ട്. ഞങ്ങളും എത്തിയതിന് ശേഷമാണ് അവർ വന്നത്. അപ്പോൾ ഇവിടെ രാത്രി എത്തി. പിന്നെ നമ്മളുടെ പോലത്തെ അങ്ങനത്തെ ഒരുപാട് ഇവിടെ ഇന്ന മുഹൂർത്തത്തിന് കയറണം അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ചൊക്കെ കയറിയാൽ മതി എന്നുള്ള ഒരു കൺവീനിയൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെക്കനെയും പെണ്ണിനെയൊക്കെ ആനയിച്ച് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നു. അവർക്ക് പാലും പഴവും കൊടുക്കുന്നു. അങ്ങനത്തെ പരിപാടികളും അല്ലറ ചില്ലറ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് ഉറങ്ങുമ്പോഴേക്കും സമയം ഏറെക്കുറെ 2:30-3 മണി മറ്റോ ആയി. സുമീനെ നമ്മൾ അവിടെ നിന്ന് തന്നെ മറ്റേ ഹെയറിൽ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ആ വലിയ ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് സിമ്പിളായിട്ട് അവർക്ക് ഒന്ന് ഇട്ടുകൊണ്ട് വരാൻ വേണ്ടി മാത്രമുള്ളൊരു ഗെറ്റപ്പിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഒത്തിരി ഭാരിച്ച പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് വരേണ്ടി വന്നില്ല. ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനും ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ മയങ്ങാനും ഒക്കെ പറ്റിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഇത്രയും ലൈക്ക് ഒരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വന്നതിൻ്റേതായിട്ടുള്ള ക്ഷീണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ചാരി നിർത്തി ഉറങ്ങും എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വീട്ടിൽ വലതുകാലൊക്കെ വെച്ച് കയറി പരിപാടികളും ചടങ്ങുകളും ഒക്കെ നമ്മളങ്ങ് മംഗളമാക്കി കഴിഞ്ഞു. പിന്നെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ മണിയാർ ഒരുക്കലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തുന്നേക്ക് മുന്നേ അമലു നേരത്തെ ബസ്സിൽ പോന്നിട്ടുണ്ടായി. അപ്പോൾ അവൾ ജസ്റ്റ് ഒരു റൗണ്ട് എല്ലാം ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കിട്ടിയ സാധനങ്ങളെല്ലാം വെച്ച് അന്ന് അവർക്ക് മണിയാർ ഒരുക്കി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് ട്യൂസ്ഡേ മോർണിംഗ് നടക്കുന്ന കാര്യങ്ങളാണ്. പെട്ടി പൊട്ടിക്കൽ പരിപാടികളും, അതായത് അവൾ കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് അവളുടെ ഒരു ഗിഫ്റ്റ്, ഒരു ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. നോട്ട് മാല എല്ലാം 20 രൂപേൻ്റെ നോട്ടായിരുന്നു. അങ്ങനെ ഒരു 50 നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റേജിൽ വെച്ചിട്ട് ജിലുവിന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു കഷ്ടം ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. പിന്നെ അതിന് ശേഷം ജിലുവിൻ്റെ ഒരു ഫ്രണ്ട് ആരിഫ് കല്യാണത്തിന് വരാൻ പറ്റിയത് ഇതും കൊണ്ടുവന്നു. 10 ഉണ്ടായിരുന്നു കല്യാണ വിശേഷം.